എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ബിഗ് എഡിറ്റോറിയലിലേക്ക്. ഞാനും ന്യൂസ് ഡയറക്ടർ വേണു ബാലകൃഷ്ണൻ തമ്മിലുള്ള ഒരു ഹീറ്റഡ് എക്സ്ചേഞ്ചിന് ശേഷം ഫുൾ എഡിറ്റോറിയലുമായി നമ്മൾ എന്താണ് ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലിലും മണ്ഡല പുനർനിർണയത്തിലും പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. വോട്ടെടുപ്പിന് ശേഷം ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ അരമണിക്കൂർ നീണ്ട അഭിസംബോധനയിൽ രാജ്യത്തെ സ്ത്രീകളോട്, എല്ലാ സ്ത്രീകളോടും മാപ്പ് പറയുന്നുവെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നടത്തിയ ആ അഭിസംബോധനയോട് എന്താണ് പ്രതികരിക്കാനുള്ളത് എഡിറ്റോറിയലിന് എന്നതാണ് ഇന്നത്തെ ബിഗ് എഡിറ്റോറിയൽ നമ്മൾ പരിശോധിക്കുന്നത്. വനിതാ സംവരണ ഭേദഗതി ബില്ലിലെ പരാജയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത്. വനിതാ സംവരണത്തെ തടഞ്ഞവരെ വനിതകൾ ശിക്ഷിക്കും. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം നടത്തിയത് ഭ്രൂണഹത്യയ്ക്ക് സമാനമായ കുറ്റകൃത്യം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മണ്ഡല പുനർനിർണയത്തിന് പേരിൽ പ്രതിപക്ഷം നുണ പ്രചരിപ്പിച്ചു. ബിൽ പാസാക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് പറഞ്ഞതും ആ രീതിയിൽ തന്നെയാണ്. ഞാൻ അപർണക്കുറിപ്പിൽ നിന്ന് തുടങ്ങുകയാണ്. അപർണക്കുറിപ്പ്, ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ BJP-ക്കെതിരെ എപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ പറയുന്നത് ചില കാര്യങ്ങൾ ഒളിച്ചു കടത്തുന്നുവെന്നാണ്. എന്നാൽ ഒളിച്ചു കടത്തിയതെല്ലാം പുറത്തേക്ക് വന്ന, അല്ലെങ്കിൽ ഒളിച്ചു കടത്തിയതിനെല്ലാം പ്രതിപക്ഷം തുറന്നെതിർത്ത 12 കൊല്ലത്തിനിടെ ആദ്യമായി ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ വോട്ടെടുപ്പിന് ഇടുമ്പോൾ അതിനെ നേരിട്ടെതിർത്ത് നേർക്കുനേർ നിന്ന് പോരാടി തോൽപ്പിച്ച ഒരു ദിവസം കടന്നു പോകുന്നു. തൊട്ടടുത്ത ദിവസം വൈകുന്നേരമാകുമ്പോൾ 8 മണിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രിഫേർഡ് ടൈം. പക്ഷേ ഇത്തവണ 8:30-ക്കാണ് നടത്തിയത്. നോട്ട് നിരോധന സമയത്ത് 8 മണിയായിരുന്നല്ലോ സമയം. ആ 8:30 മണി മുതൽ 9 മണി വരെ നമ്മൾ കേട്ട ഈ മാപ്പ് ചോദിക്കൽ അടക്കം വെച്ച് നോക്കുമ്പോൾ എന്താണ് അപർണയുടെ ടേക്ക്? രണ്ട് സിനിമയിലെ സീൻ ആണ് എനിക്ക് ഓർമ്മ വരുന്നത് സുജയ. ഞാനത് ലൈറ്റാക്കി പറയുന്ന ഒന്നല്ല. ഒന്ന് 6-ാം തമ്പുരാൻ, കുളപ്പുള്ളി അപ്പൻ്റെ ഒരു ഫോർമാറ്റ്. അതായത് പ്രതിപക്ഷത്തോട് എന്താണ് നിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് ആക്രോശിക്കുന്ന നരേന്ദ്രപ്രസാദിൻ്റെ ഒരു റോളുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ജനാധിപത്യം എന്തുകൊണ്ട് തോൽപ്പിച്ചു ഈ ബില്ലിനെ എന്നുള്ളതിൻ്റെ ഒരു 100 ചോദ്യങ്ങളുണ്ട്. അതൊന്നും പറയാതെ ആക്രോശിക്കുന്ന ഒന്ന്. രണ്ടാമത്തെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് സന്ദേശത്തിലെ ബാക്കി എല്ലാത്തിനെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. കോൺഗ്രസിനെ പരാധജീവി എന്നതടക്കം പറഞ്ഞു. വനിതാ സംവരണത്തിൽ സ്ത്രീ നാരി ശക്തിയെക്കുറിച്ചും എല്ലാം പറഞ്ഞു. എന്തുകൊണ്ട് ഡീലിമിറ്റേഷൻ ഇതിനുമായിട്ട് ലിങ്ക് ചെയ്യാതെ ഇത് അവതരിപ്പിക്കാമായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അതായത് പോളണ്ടിനെ കുറിച്ച് ചോദിക്കരുത്. അത് ചോദിച്ചാൽ പ്രധാനമന്ത്രിക്ക് വികാരാധീനനാകും എന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. ഇനി എന്തിനാണ് ഇത് അറിയാത്ത കാര്യമല്ല, നേരത്തെ നിങ്ങൾ സംസാരിച്ചാണ്, കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഇതിനകത്തുണ്ട്. ഈ അജണ്ട എന്താണെന്ന് നമുക്ക് ഈ ചർച്ചയിൽ പാനലിസ്റ്റിൽ വരുന്ന BJP-കാർക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല. ഇത് അറിയുന്ന 2 ആൾക്കാർ ഇപ്പോൾ കാണുകയുള്ളൂ. അത് ഒരാൾ പ്രധാനമന്ത്രിയും ഒരാൾ ആഭ്യന്തരമന്ത്രിയുമായിരിക്കും. പക്ഷേ ഒളിച്ചു കടത്തുന്നത് മണ്ഡല പുനർനിർണയ ബില്ല് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതൊന്ന് ഇന്ത്യ-US വ്യാപാര വലിയ വിഷയമാണ്. ഇവിടെ ഇപ്പോൾ പാർട്ടികളെ കുറിച്ച് പറഞ്ഞല്ലോ. കോൺഗ്രസ്, DMK, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ഈ പാർട്ടികളൊക്കെ നേരത്തെ വനിതാ സംവരണ ബില്ല് വന്നപ്പോൾ 2010 ഏകദേശം അങ്ങോട്ട് പാസ്സായി എന്ന് 2ാം UPA കാലത്ത് തോന്നിപ്പിച്ചതാണ്. പക്ഷേ അവിടെ എതിർത്ത് നിന്നത് SP-യും RJD-യുമാണ്. അങ്ങനെയാണ് ആ ബിൽ പരാജയപ്പെടുന്നത്, അത് നിയമമായി മാറാതെ പോകുന്നത്. അതിനുശേഷം 16 കൊല്ലങ്ങൾക്കിപ്പുറം എല്ലാവരും ചേർന്ന് തോൽപ്പിച്ചു. ഇതിന്റെ ഈ ഒരു സ്വാർത്ഥ താല്പര്യം എല്ലാവർക്കുമുണ്ട്. അന്ന് SP-ക്കും RJD-ക്കും ആണെങ്കിൽ ഇന്ന് എല്ലാവർക്കുമുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കാൻ നോക്കുന്ന മോദിയെ ഇനി അങ്ങോട്ട് പ്രതിപക്ഷം എങ്ങനെയാണ് നേരിടേണ്ടത്? ഇതിന് മറുപടി കൊടുക്കണ്ടേ പ്രതിപക്ഷം? സുജയ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നുമല്ല കമ്പനി കാണാനിരിക്കുന്നേ ഉള്ളൂ പഴശ്ശിയുടെ കളി എന്ന് പറഞ്ഞ പോലെ. ഇതൊന്നുമല്ല. മണ്ഡല പുനർനിർണയവുമായിട്ട് നിങ്ങൾക്ക് തമിഴ്നാട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. തെക്ക് വടക്ക് ഇത് പണ്ട് തൊട്ടേ വിഷയമാണ്. അത് DMK ആണെങ്കിലും TVK ആണെങ്കിലും സംഭവിക്കില്ല. വനിതാ സംവരണ ബില്ലുമായിട്ട് നിങ്ങൾക്ക് ബംഗാളിൽ പോകാൻ കഴിയില്ല. അവിടെ തൃണമൂൽ കോൺഗ്രസ് അതിനപ്പുറം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമല്ല വിഷയം. ഇത് രണ്ടുമല്ലാത്ത എന്തെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് ഒറ്റ പോയിന്റിൽ ഞാൻ പറയാം. ഒന്ന്, ഇന്ത്യ-US വ്യാപാര കരാറിൽ വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ, നമ്മൾ 5 വർഷത്തിനുള്ളിൽ വാങ്ങാൻ ഒരു കരാറുണ്ട്. അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതം വളരെ ഒരു വശത്താണ്. ഈ കരാറിനകത്ത് ഉണ്ടായിട്ടുള്ള റഷ്യൻ എണ്ണ ഉപേക്ഷിച്ച ഒരു കരാറിലേക്ക് നമ്മൾ കടക്കുന്നു. വരാൻ പോകുന്നത് വലിയ ഇന്ധന പ്രതിസന്ധി, വലിയ പണപ്പെരുപ്പം. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ എറിഞ്ഞു. ജോഷിയുടെ ഭാഷ പറഞ്ഞു, ഒരു തോട്ട ആദ്യം എറിഞ്ഞിട്ടുണ്ട്. ഈ പുകയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ചെറു പാർട്ടികളെല്ലാവരും തമ്മിൽ ഒരു ബഹളമുണ്ടാക്കി. ഒറ്റ കാര്യം കൂടെ പറയാം. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ഒറ്റ വാചകമുണ്ട്, നല്ല രസമായിട്ട് തോന്നിയത്. വെണ്ണ വെച്ച് കൊക്കിനെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഇനി എങ്ങാനും കൊക്കിനെ പിടിച്ചാൽ അത് ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ജനാധിപത്യത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നു, മണ്ഡല പുനർനിർണയം നടത്തി, BJP-ക്ക് വലിയ തരത്തിലൊരു നോർത്ത് ഇന്ത്യൻ ഡോമിനേറ്റഡ് കിട്ടും. ഇല്ലെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ കണ്ണുനീരിൽ കരഞ്ഞുകൊണ്ട് ഒരു കണ്ണുനീർ എങ്ങനെ പോയാലും കമ്പനിക്ക് ഈ കണ്ണീർ പ്രസംഗത്തിന് അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടും. പക്ഷേ ദക്ഷിണേന്ത്യയുടെ അവാർഡ് കിട്ടില്ല. ഓക്കെ, ദക്ഷിണേന്ത്യയുടെ അവാർഡ് കിട്ടില്ല എങ്കിൽ ബംഗാളിന്റെ അവാർഡ് കിട്ടുമോ എന്നുള്ളതാണ്. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ പേരെടുത്ത് വിമർശിക്കുന്നുണ്ട് ലക്ഷ്മി പത്മ. ഞാൻ ബാക്കിയുള്ളവരിലേക്ക് വരാം, കാരണം വനിതാ സംവരണമാണല്ലോ. അപ്പോൾ വനിതകൾ ആദ്യം സംസാരിക്കട്ടെ എന്ന് കരുതിയാണ് അപർണയിലേക്കും ലക്ഷ്മിയിലേക്കും പോയത്. ഇവിടെ സ്ത്രീ ശക്തിക്ക് ആരിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാതെ ചിറകുകൾ നൽകുക, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും വിശാല ഹൃദയത്തോടെയാണെങ്കിൽ ഈ 543-ൽ നിന്ന് ആ ചിറക് മുളപ്പിച്ചുകൂടായിരുന്നോ ലക്ഷ്മി?
അതെ, 543 നിന്നും ചിറക് മുളപ്പിക്കേണ്ടത് പ്രധാനമന്ത്രി മുളപ്പിക്കണമായിരുന്നു എന്നാണോ ചോദിക്കുന്നത്? അതെ, ഇപ്പോൾ നിലവിലെ കേന്ദ്രം ഭരിക്കുന്നത് NDA ആണല്ലോ. അതാണ് 543 നിന്ന് തന്നെ അത് ചെയ്യാമായിരുന്നു. അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഡീലിമിറ്റേഷനെ ഒളിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ആ നടത്തിയ പ്രസംഗത്തിൽ പോലും പ്രധാനമന്ത്രി ഡീലിമിറ്റേഷൻ എന്ന വാക്കുപോലും ഉപയോഗിക്കാത്തത്? ആ വാക്ക് ഉപയോഗിക്കാതെ വനിതാ സംവരണം, നാരീ ശക്തി പ്രസംഗം വീണ്ടും നടത്തിയിരിക്കുകയാണ്. അതിന്റെ രണ്ടാം ഭാഗം അത് അതിവൈകാരികമാണ് ഇപ്പോഴത്തേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഭ്രൂണഹത്യ എന്നാണ് പറയുന്നത്. ഇതിനെതിരെ ഇന്ത്യയിലെ അമ്മമാരും സഹോദരിമാരും പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഡീലിമിറ്റേഷൻ എന്ന വാക്ക് അദ്ദേഹം ഒളിപ്പിക്കുന്നത്? ഈ രാജ്യത്തെ സ്ത്രീകൾ മുഴുവൻ പ്രധാനമന്ത്രി വിചാരിക്കുന്നത് പോലെ അത്ര വിവരമില്ലാത്തവരല്ല. അവർക്ക് ഇതിന്റെ രാഷ്ട്രീയ അജണ്ട മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അത് വളരെ കൃത്യമായി തുറന്നു കാട്ടുവാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞ ദിവസം സ്ത്രീകളെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കൂട്ടമായി വോട്ട് ചെയ്ത് അവർ പലരെയും തോൽപ്പിക്കുകയും പലരെയും ഭരണത്തിലേറ്റുകയും ചെയ്യുന്നത്. കേരളത്തിലും 5%-ലധികം സ്ത്രീകൾ കൂടുതലായി എത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഈ നാടകം കളിച്ചാൽ നരേന്ദ്രമോദി അത് നടക്കില്ല. കാരണം അത് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പശ്ചിമ ബംഗാളിലും കഴിയില്ല, തമിഴ്നാട്ടിലും കഴിയില്ല എന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പശ്ചിമ ബംഗാളിൽ ഇത് പറഞ്ഞ് വോട്ട് പിടിച്ചാലും തൃണമൂലിനൊരു തുടർച്ചയായിരിക്കും ഉണ്ടാവുക എന്നാണ് ലക്ഷ്മി കരുതുന്നത്. ഉറപ്പായും തൃണമൂലാണല്ലോ ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അതിനി നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ മത്സരിപ്പിച്ചത് കോൺഗ്രസ് ആണ് എന്ന് കാണാൻ കഴിയും. അതുപോലെ പശ്ചിമ ബംഗാളിലും ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ളത് തൃണമൂലിന്റെ സ്ഥാനാർത്ഥികളാണ്. ഏറ്റവും വനിതാ സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ആ എണ്ണം പറഞ്ഞ് അവർക്ക് അവിടെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡീലിമിറ്റേഷനെ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. അതെന്തുകൊണ്ടാണ് അത് ഉറക്കെ പറയാത്തത്? മാത്രമല്ല ഈ 50% വർധനവ് വരുത്തും എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. 50% വർധനവ് വരുത്തിയത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, അനുപാത കണക്കുകളോ ശതമാന കണക്കുകളോ അല്ല പാർലമെന്റിൽ നിലനിൽക്കുക. ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയാകുന്നതിനായി അവർക്ക് വേണ്ടത് നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സ് കൂട്ടുവാനുള്ള തന്ത്രമാണ്. ആ നമ്പറാണ് അവിടെ പൊളിഞ്ഞു വീണത് ഇന്നലെ. അപ്പോൾ ആ നമ്പർ പൊളിഞ്ഞോ എസ് വിജയകുമാർ? കോൺഗ്രസ് പതിറ്റാണ്ടുകളുടെ തെറ്റുതിരുത്തും, പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ ചരിത്രത്തിൽ ഒരിടം കണ്ടെത്താനും സ്ത്രീകൾക്ക് പിന്തുണ നൽകാനുമുള്ള അവസരം കോൺഗ്രസ് നഷ്ടപ്പെടുത്തി. ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞ ആ ഒരു ഭാഗത്തിന്റെ ഒരു വെർബാറ്റ് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ കാലാകാലങ്ങളായി വനിതാ സംവരണം എന്ന് പറയുന്ന ആശയം അത് ബില്ലായി വരുന്നു, എന്നാൽ പാസ്സാകുന്നില്ല. 2023 അത് എല്ലാവരും ചേർന്ന് പാസ്സാക്കി. അത് നിയമമായി. കഴിഞ്ഞ ദിവസം അത് 9:55 വിജ്ഞാപനം നടത്തി. അതിനുശേഷം വോട്ടെടുപ്പിൽ പരാജയപ്പെടുമെന്നറിഞ്ഞിട്ടും നമ്പേഴ്സ് 2/3 കയ്യിലില്ല എന്നറിഞ്ഞിട്ടും അത് കൊണ്ടുവരികയും അത് പരാജയപ്പെടുകയും അതിനുശേഷം ഇന്ന് ഈ അഡ്രസ് നടത്തുകയും ചെയ്തതിലൂടെ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്ലാൻ എന്താണ് വിജയകുമാർ? ഈ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇത് സംസാരിക്കുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും വിഷയമെന്ന് നമുക്ക് കരുതാം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. ഇപ്പോഴും കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു. 2010 കോൺഗ്രസിന് സുവർണാവസരം ഉണ്ടായിരുന്നു അല്ലേ? കോൺഗ്രസിനും UPA 1-ലും UPA 2-ലും ഒക്കെ ഗോൾഡൻ ചാൻസ് ഉണ്ടായിരുന്നു. വനിതാ സംവരണത്തോട് വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് 543 സംവരണം കൊടുക്കുന്ന ബില്ല് കൊണ്ടുവരാമായിരുന്നു, പാസ്സാക്കാമായിരുന്നു. രാജ്യസഭയിൽ പാസ്സാക്കി. പക്ഷേ കോൺഗ്രസ് അതിനുള്ള ബില്ലെടുത്തു. അല്ല, അത് എന്തുകൊണ്ട് രാജ്യസഭയിൽ വന്നു പിന്നെ ലോക്സഭയിൽ വന്നില്ല എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്. ആ അവസരം കോൺഗ്രസ് ഉപയോഗിച്ചില്ലല്ലോ. ലോക്സഭയിലേക്ക് പിന്നെ വന്നില്ലല്ലോ ബില്ല്. അപ്പോൾ അന്ന് കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന പാർട്ടികളുടെ നിലപാട് എന്തായിരുന്നു? സമാജ്വാദി പാർട്ടി, RJDയുടെ ഒക്കെ നിലപാട് എന്തായിരുന്നു? അതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് കോട്ട വിതിൻ ദ കോട്ട ഒക്കെയാണ് അവർ ഉയർത്തിക്കൊണ്ടു വന്നത്. അപ്പോൾ അത് ബില്ല് പാസ്സാക്കാൻ വേണ്ടിയോ ആ ബില്ല് കുറെ കൂടി ശക്തമാക്കാൻ വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല, നടപ്പാക്കാതിരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ചതെന്ന് നമുക്കറിയാം. പിന്നെ കോൺഗ്രസ് സ്ത്രീകൾക്ക് വലിയ പരിഗണന കൊടുക്കുന്നെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിന് മുന്നിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ഒരു വനിതയ്ക്ക് തലമുണ്ടനം ചെയ്യേണ്ടി വന്നത്. ലതിക സുഭാഷ് എന്നാണ് ആ നേതാവിന്റെ പേര്. അവരിപ്പോൾ കോൺഗ്രസ് അല്ല, വേറൊരു പാർട്ടിയിലാണ്, തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ തരാതരം പോലെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായി അവരവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. മറ്റു പാർട്ടികളൊക്കെ നാമമാത്രമാണ്, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന മട്ടിൽ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. ഇടതുപക്ഷം സംപൂജ്യമാണ്. അത് 2020 സംഭവിച്ചതാണ്. ഒരുപക്ഷെ ഇത്തവണ തിരിച്ചു വന്നേക്കാം. 1-2 സീറ്റിലാണ് കടുത്ത മത്സരം. 2-3 സീറ്റിലാണ് ഇടത് CPM ഒരു കടുത്ത മത്സരം തന്നെ നടത്തുന്നത്. അവിടെ കോൺഗ്രസിന്റെ കാര്യം എനിക്കറിയില്ല ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പാൽപ്പൊടിയുടെ പരസ്യം പറയുന്നത് പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന മട്ടിലാണ് കോൺഗ്രസ്. തൃണമൂൽ BJP ഉണ്ടോ? ഇല്ല, ആ ബ്രാൻഡിലല്ലോ പരസ്യമുണ്ട് രാഷ്ട്രീയത്തിൽ. അപ്പം അങ്ങനെ ഇഞ്ചോടിഞ്ച് അവർ തമ്മിൽ മത്സരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസും
BJP തമ്മിൽ അത് അവർ തീരുമാനിക്കട്ടെ. ആ രണ്ട് പാർട്ടിയിൽ ആരത് ഭരിക്കും. രണ്ടുപേരും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് എസ് വിജയകുമാർ. തൃണമൂലിന്റെ കല്യാൺ ബാനർജി പറഞ്ഞല്ലോ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ, കാരണം പെർസെന്റേജ് കണക്കെടുത്ത് നോക്കിയാൽ വിജയിച്ചവരുടെ, മത്സരിപ്പിച്ചവരുടെ അല്ല വിജയിപ്പിച്ചവരുടെ കണക്കിൽ തൃണമൂൽ മുന്നിലാണ്. കോൺഗ്രസിന് ഒരു സ്റ്റേറ്റിലെ മാത്രം കാര്യം നോക്കിയാൽ BJPക്ക് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള മത്സരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ കൊടുക്കുന്ന അതേ അനുപാതം ഒരു നിയമമില്ലെങ്കിൽ BJP രാജ്യത്താകെ കൊടുക്കുമെന്ന് കരുതാൻ കഴിയും. ഇവിടെ ഒരു കാര്യത്തിൽ കൂടി വിജയകുമാർ, അതായത് ഒരു പരാന്ന ഭോജി, പരാതജീവി എന്നാണല്ലോ വിളിച്ചത്. പരാതജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരുടെ അന്നം എടുത്ത് കഴിച്ച് സ്വയം വളരുന്നവരാണ്. അങ്ങനെയാണ് കോൺഗ്രസ് വളരുന്നത്. അതായത് പ്രാദേശിക പാർട്ടികൾ വളരുന്നത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. തമിഴ്നാട്ടിലെ അതെ, അങ്ങനെ വെച്ചുകൊണ്ട് കോൺഗ്രസ് പറയുകയാണ്. അപ്പോൾ ഈ ഭേദഗതിയെ എതിർക്കാൻ പ്രാദേശിക പാർട്ടികളുടെ ഭാവിയെ ഇരുട്ടിലാക്കുന്ന രാഷ്ട്രീയ ഗൂഢതന്ത്രം മെനഞ്ഞ പാർട്ടി എന്ന് കോൺഗ്രസിനെ നേരിട്ട് പറയുകയാണ് പ്രധാനമന്ത്രി. അതിന്റെ ലക്ഷ്യം എന്താ? നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിന് സീറ്റ് കിട്ടുന്ന തമിഴ്നാട്ടിൽ DMKയുടെ കാരുണ്യത്തിലാണല്ലോ കോൺഗ്രസ് ജയിച്ചു പോകുന്നത്, അല്ലെ? അത് ആ കണക്ക് വെച്ചിട്ടാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി കോൺഗ്രസ് മാത്രമല്ല ഇടതുപക്ഷവും DMKയുടെ നിഴലിലാണ്. അതെ 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 ഇടതു മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഫണ്ട് വരെ കൊടുക്കുന്നത് DMK ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ RJD ബീഹാറിലേക്ക് പോയാൽ RJDയുടെ കാരുണ്യത്തിലാണ്, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ കാരുണ്യത്തിലാണ്, ജാർഖണ്ഡിൽ പോയാൽ JMMന്റെ കാരുണ്യത്തിലാണ്. അതുകൊണ്ടാണ് BJPയെ, കോൺഗ്രസിനെ നരേന്ദ്രമോദി ഈ മറ്റുള്ളവരുടെ പരാന്ന ഭോജി, മറ്റുള്ളവരുടെ ആഹാരം കൊണ്ട് ജീവിക്കുന്ന അതിലെന്താണ് പറയാനുള്ളത് നോക്കാം. വേണുബാലകൃഷ്ണൻ, മറ്റുള്ളവരുടെ ആഹാരം തിന്ന് ജീവിക്കുന്ന, അതായത് ഒരു ഇത്തിൽക്കണ്ണി എങ്ങനെയാണ് ഒരു മരത്തിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത് അതുപോലെ എല്ലായിടത്തും പോയി ചുറ്റിപ്പിണഞ്ഞ് കിടന്ന് അതിൽ നിന്ന് കിട്ടുന്നത് എടുത്ത് ജീവിക്കുന്നു എന്നുള്ള പ്രധാനമന്ത്രിയുടെ ആ ഒരു വാദത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് എസ് വിജയകുമാർ. അങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ പോലും പാർലമെന്റിൽ അവർക്ക് ഒരു റോൾ എടുക്കാനുണ്ട് എന്നത് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ബിൽ അവതരണത്തിൽ ആ ബില്ലിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്നതിലൂടെ 5 പേർ മാത്രമാണ് പ്ലസ് ആയി അപ്പുറത്തേക്ക് പോയത്. നമ്മൾ നമ്പർ ഗെയിം ആണെന്ന് സൂചിപ്പിച്ചതുകൊണ്ട് സംഖ്യാശാസ്ത്രം എടുത്തു നോക്കിയാലും 5 മാത്രമാണ് കൂടെ ചേർക്കാൻ പറ്റിയത്. 360 62 എത്തിക്കാനും സാധിച്ചിട്ടില്ല. എസ് വിജയകുമാർ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ഇവിടെ ഈ രാഹുൽ ഗാന്ധി ഇതിനു മുൻപും പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയും വിജയിച്ചു വന്നപ്പോഴും അന്ന് ഇല്ലാതിരുന്നൊരു പദവിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിന് സമ്മാനിച്ച പദവിയല്ല, ഇന്ത്യയിലെ വോട്ടർമാർ സമ്മാനിച്ച പദവിയാണ്. അത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവിയാണ്. അത് നേരത്തെ ഇപ്പോൾ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. നെഹ്റുവിൻ്റെ കാലത്ത് അന്ന് ഇടതുപക്ഷത്തിന് നല്ല ശക്തി ഉണ്ടായിരുന്നു, താരതമ്യേന ശക്തി ഉണ്ടായിരുന്നു. അപ്പോഴും പ്രതിപക്ഷ നേതാവാകാനുള്ള അത്രയും അംഗബലം ഉണ്ടായിരുന്നില്ല. പക്ഷേ AKGയെ ആ രൂപത്തിൽ തന്നെ പരിഗണിക്കുകയുണ്ടായി നെഹ്റു എന്ന്. നെഹ്റുവിൻ്റെ വിശാല മനസ്സ് എന്തായാലും മോദിയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൂടാ. എന്തായാലും ജനങ്ങൾക്കൊരു വിശാല മനസ്സുണ്ടായിരുന്നു. ആരാണ് ഏത് പദവിയിലിരിക്കണം എന്നതിൽ അവർക്കൊരു തീർപ്പുണ്ടായി. അങ്ങനെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ തീർപ്പായിരിക്കില്ലേ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തുടർന്നതും? ഞാനത് നിഷേധിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത് എന്നതാണ്. അതൊരു പരിവാർവാദത്തിന്റെ ഭാഗമായി വന്നതല്ല എന്നതാണ്. എത്രയൊക്കെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കേണ്ടി വന്നാലും ഈ പരാതജീവി പരാമർശം അത് അത്തിരി കടന്നുപോയില്ലേ? എത്രയൊക്കെ മറ്റാളുകളുടെ ഫണ്ടുകൾ വേണമെന്ന് നമ്മൾ വാദം പറയുകയാണ് എങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ ആശ്രയിച്ചു എന്നതാണ് അതിനെല്ലാമുള്ള മറുപടി. പിന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2011 സെൻസസിനെ ആധാരമാക്കിയാൽ വളരെ നിഷ്കളങ്കമായി നാം കാണുകയാണ് പെട്ടെന്ന് ഈ ബില്ല് നടപ്പാക്കാനുള്ള എളുപ്പവഴിയെന്ന്. 15 വർഷം എന്ന് പറയുന്ന വലിയൊരു വ്യത്യാസമുണ്ട് 2011 നിന്നും 2026 വരുമ്പോൾ. ആ 15 വർഷം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ റൈറ്റാണ്, അല്ലേ? ഒരുപാട് ആളുകൾക്ക് പ്രാതിനിധ്യം കിട്ടേണ്ട വലിയൊരു കാലയളവാണ്. അതിനെ മുഴുവൻ ബുൾഡോസ് ചെയ്യുകയാണ്. അതിനെ മുഴുവൻ ബുൾഡോസ് ചെയ്തുകൊണ്ട് 2011 സെൻസസിനെ ആധാരമാക്കുകയാണ്. അത് നിയമത്തെ, ഭരണഘടനയെ എല്ലാം പരിഹസിക്കുന്നതിന് തുല്യമാണ്. പിന്നെ അതിൽ നല്ല പാഠവുമുള്ള ഒരാൾ ഒരിക്കൽ കൂടി ആ സാഹചര്യം ഉപയോഗിക്കുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാൻ കഴിയുമെങ്കിൽ ഞാൻ പറയാം. ഇതിനൊരു മറുപടി കൂടി കൊടുത്താൽ നന്നാവും. വിജയകുമാർ മറുപടി പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. അല്ല, പക്ഷേ ചർച്ചയിൽ ഉയർന്നു വന്ന വാദങ്ങൾ ഭാഗികമായ മറുപടി പറഞ്ഞു. എനിക്ക് എന്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് നടപ്പായാൽ തന്നെ എക്സിക്യൂട്ടീവിന് അധികാരം കിട്ടുന്ന രൂപത്തിലാകുമായിരുന്നു ഇത്. കാരണം ഒരു തരത്തിലുള്ള കൺസൾട്ടേഷൻ നടന്നിട്ടില്ല, ഒരു സർവകക്ഷി യോഗവും നടന്നിട്ടില്ല. പല ആവർത്തിയാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ ഉത്തരവാദപ്പെട്ടവർക്കും കത്തയച്ചത് ഇതിലെല്ലാ പാർട്ടികളെയും വിശ്വാസത്തിലെടുക്കുന്ന ഒരു നടപടി വേണമെന്ന്. കാരണം ഭരണഘടനാ ഭേദഗതിയാണ് വന്നിരിക്കുന്നത്. അതിലെല്ലാ ഭരണഘടന എന്ന് പറയുന്നത് ആരുടെയും സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് കൊണ്ടുവന്നതല്ല, RSSന്റെ ആലയിൽ നിന്ന് കൊണ്ടുവന്നതുമല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യം അവിടെ പോലും മനസ്സിലാകാത്ത ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഏകപക്ഷീയമായി 48 മണിക്കൂർ മുൻപ് അത് തന്നെ MP-മാർ ബഹളമുണ്ടാക്കിയപ്പോൾ അവർക്ക് ഇതിൻ്റെ പകർപ്പ് കൊടുക്കുന്നത്. അതിൽ പോലും അപൂർണമാണെല്ലാം. ഇവിടെ എക്സിക്യൂട്ടീവ് അധികാരമാണ് ഇത് നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് പ്രോസസ്സാകും.
ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണം കൂട്ടൽ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് പ്രോസസ്സാകും. ഒരു റിട്ടയർഡ് ജഡ്ജിയോ ഒരു സെർവിങ് ജഡ്ജിയോ ഒക്കെയാണ് വരിക എന്ന് പറയുന്നു. പക്ഷേ ഇതെല്ലാം മോദി ഭരണത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ എത്രമാത്രം സ്വതന്ത്രമായി പ്രവർത്തിക്കും എന്നതിലെ സംശയം എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ചോദ്യം, അത് എക്സിക്യൂട്ടീവ് പ്രോസസ് ആകുന്ന എങ്ങനെയാണ് വേണു ബാലകൃഷ്ണൻ? അത് ജനസംഖ്യാനുപാതികമായി നടത്തണമെന്ന് നമ്മുടെ ഭരണഘടന പറയുന്നതാണല്ലോ. അപ്പോൾ ആ ജനസംഖ്യാനുപാതികമായി ഡീലിമിറ്റേഷൻ നടത്തണമല്ലോ, അതിനല്ലേ ഈ പറയുന്ന ബോഡി ഉണ്ടാവുക. അപ്പം നമ്മുടെ മാനദണ്ഡം ഭരണഘടന നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, എന്താണ്? ജനസംഖ്യാനുപാതികം. അപ്പോൾ എന്ത് എക്സിക്യൂട്ടീവ് ഇടപെടലുണ്ടായാലും ജനസംഖ്യാനുപാതികമായിട്ടല്ലേ നടക്കൂ. ഇവിടെ നമ്മൾ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഘടനയായിട്ട് ഈ ബില്ല് പറയുന്നത് ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു സെർവിംഗ് സുപ്രീം കോടതി അംഗീകരിച്ചു. പിന്നെയുള്ളത് ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിലുള്ള ഒരാൾ. സമ്മതിച്ചു. ഇതിലൊക്കെയുള്ള പ്രശ്നം ഒരു സെർവിംഗ് ജഡ്ജ് വന്നാലോ അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ജഡ്ജ് വന്നാലോ ഏത് തരത്തിലായിരിക്കും ഈ മോദി ഗവൺമെന്റ് കീഴിൽ അദ്ദേഹം പ്രവർത്തിക്കുക എന്നതിൽ എല്ലാവർക്കും സംശയം. ഞാൻ ചോദിച്ചതല്ല, രാഷ്ട്രീയ വിഷയം അല്ല. എന്റെ സംശയം അതല്ല. അല്ല, എനിക്ക് പറയാമോ? ഞാൻ പറഞ്ഞില്ലേ വിജയകുമാറിന്റെ സംശയങ്ങൾ ഇതിന് ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ആരാണ് അവിടെ ഇരിക്കുന്നതെന്നല്ല, അതിന്റെ മാനദണ്ഡം ഭരണഘടന നിശ്ചയിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള. അപ്പൊ ഭരണഘടനയെ നമ്മൾ അവിശ്വസിക്കണം എന്നാണോ പറയുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേട്ടാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകും. അതായത് ഇപ്പോൾ ഈ പറയുന്ന സെർവിംഗ് ജഡ്ജോ റിട്ടയർഡ് ജഡ്ജോ ആണെങ്കിലും അത് എത്രമാത്രം ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കും എന്നതിൽ നമുക്ക് സംശയങ്ങളുണ്ട്. കാരണം ഒരു ചെറിയ ഉദാഹരണം, ഇതേപോലെ തന്നെ KM ജോസഫിന്റെ സുപ്രീം കോടതി ഉത്തരവായിരുന്നു, സുപ്രീം കോടതിയിലെ അദ്ദേഹം കൂടെ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന്റെ ഉത്തരവായിരുന്നു എങ്ങനെയാവണം രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പ്രവർത്തനം എങ്ങനെയാവണം, അവരുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാകണം എന്നുള്ളത്. അതിലെന്താ സംഭവിച്ചത് നമുക്കറിയുന്നതാണ്. അവിടെ ഈ പറയുന്ന KM ജോസഫിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി, പിന്നെ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. അത് നേരെ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ആരാ ഉണ്ടായത്? പ്രധാനമന്ത്രി, പിന്നെ പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രി, പ്രതിപക്ഷ നേതാവ്. അതോടെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചത് പ്രധാനമന്ത്രിയും അമിത്ഷായും കൂടെ ചേർന്ന് അമിത്ഷായും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്ന് പ്രധാനമന്ത്രിയുടെ ആഗ്രഹത്തിന് തുരങ്കം വെക്കുമോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത് അതുകൊണ്ടാണ്. വെൽക്കം ബാക്ക് ടു ബിഗ് എഡിറ്റോറിയൽ. നമ്മൾ ജോഷി കുര്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജോഷി കുര്യൻ, ഈ 50% എല്ലാവർക്കും ആനുപാതികമായി വിതരണം ചെയ്തുകൊണ്ട് 2011 സെൻസസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എല്ലാവർക്കും പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള സുവർണ അവസരം സ്ത്രീകൾക്ക് എതിരെ നിന്നുകൊണ്ട് നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയെന്ന് അരമണിക്കൂർ കൊണ്ട് വിശദീകരിച്ച് പറഞ്ഞതിന്റെ പല ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതിൽ ജോഷിക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ പ്രധാനമന്ത്രി പറഞ്ഞതിനെ നമ്മൾ പോസിറ്റീവായി കാണേണ്ട ഏതെങ്കിലും എലമെന്റ്സ് അതിനകത്തുണ്ട്? അല്ല, പ്രധാനമന്ത്രി പണ്ട് ആരായിരുന്നു? അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് RSS പ്രവർത്തകനായിരുന്ന കാലത്ത് അത് നല്ലൊരു നാടക നടനായിരുന്നു. അറിയോ, കേട്ടിട്ടുണ്ടോ? നല്ല നാടക നടനായിരുന്നു. ആ നാടക പ്രധാനമന്ത്രി നല്ല നാടക നടനായിരുന്നു. നല്ല വോയിസ് മോഡുലേഷൻ, നല്ല ഡയലോഗ് ഡെലിവറിയിൽ വിദഗ്ധനായിരുന്നു. ആ ഡയലോഗ് ഡെലിവറിയാണ് ഈ 2016 മുതൽ മേരെ പ്യാരെ ദേശവാസിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ട് നിരോധനം നടത്തിയില്ലേ, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ആ ഡയലോഗ് ഡെലിവറി തന്നെയാണ് സത്യത്തിൽ ഇന്ന് പ്രധാനമന്ത്രി നടത്തിയത്. അത് രാജ്യത്തോടുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഇന്ന് പ്രധാനമന്ത്രി കോയമ്പത്തൂരുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ അവിടെ എവിടെയാണോ പൊതുയോഗം നടന്നത് അവിടെ നടത്തേണ്ടിരുന്ന ഒരു കവലപ്രസംഗമാണ് സത്യത്തിൽ ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് എന്ന പേരിൽ നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് രാജ്യത്തോട് അഭിസംബോധന ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല. മറിച്ച് ഇന്നലെ തോറ്റുപോയതിൻ്റെ ക്ഷീണം, ഇന്നലെ പാർലമെന്റിൽ കിട്ടിയ തിരിച്ചടിക്ക് കിട്ടിയ ക്ഷീണം, ഇന്ന് രാജ്യത്തോടുള്ള അഭിസംബോധന എങ്ങനെയാണ് രാജ്യത്തോട് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്? എങ്ങനെയാണ്? രാജ്യത്ത് നോട്ട് നിരോധനം വരുമ്പോൾ, ചരിത്രപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്താണ് സത്യത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യേണ്ടത്. അല്ലാതെ രാഷ്ട്രീയമായി മറുപടി പറയാൻ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് വിലയുണ്ടെന്നേ. മുഴുവൻ രാഷ്ട്രീയമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ 23-നും 29-നും തമിഴ്നാട്ടിലും ബംഗാളിലുമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള മറുപടിയാണ് പ്രധാനമന്ത്രി ഇത് കൊടുത്തത്. അതിലെന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? കോൺഗ്രസിനെ പലതവണ പേരെടുത്ത് പറഞ്ഞു. പിന്നെ ആരുടെയൊക്കെ പേരാ പറഞ്ഞത്? ഒന്ന് TMC ആണ്, ഒന്ന് DMK ആണ്. തമിഴ്നാട്ടിൽ ആരാണ്? DMKക്കെതിരായ മത്സരമാണ് BJP നടത്തുന്നത്. അവിടെ ആരാണ്? ഈ പറയുന്ന തൃണമൂലിനെതിരായ മത്സരമാണ് നടക്കുന്നത്. അതായത് മഹിളാ ശക്തി അല്ലെങ്കിൽ നാരീ ശക്തി അല്ലെങ്കിൽ സ്ത്രീ റിസർവേഷൻ എന്ന കോട്ട തീർത്തുകൊണ്ട്, എന്ന പരിച തീർത്തുകൊണ്ട് ഇവരെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശ്രമം. അതായത് ജോഷി എതിരാണോ?
വനിതാ സംവരണം നടക്കണം, പക്ഷെ വനിതാ സംവരണത്തിന്റെ മറവിൽ രാഷ്ട്രീയം കളിക്കരുത്. ഈ narrative, വനിതാ സംവരണത്തിന്റെ മറവിൽ രാഷ്ട്രീയം കളിക്കരുത്. ആ രാഷ്ട്രീയം ഈ പൊട്ടിപ്പൊളിഞ്ഞു വനിതാ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയം കളിച്ചില്ലേ? നേരത്തെ വിജയകുമാർ പറഞ്ഞ പോയിന്റ് വിജയകുമാർ പറഞ്ഞ പോയിന്റ് ഇതിന് മുൻപ് ഭരിച്ചവർ ചെയ്തപ്പോൾ രാഷ്ട്രീയ കളിയല്ലേ? അല്ല, രാഷ്ട്രീയ കളിയല്ലേ? രാഷ്ട്രീയ കളിയെങ്കിൽ അത് നരേന്ദ്രമോദി മാത്രമാണോ? നേരത്തെ വിജയകുമാർ പറഞ്ഞ പോയിന്റ് കേട്ടില്ലേ? ഞാൻ കോൺഗ്രസും അല്ല ബി ജെ പിയും അല്ല. ഞാൻ കോൺഗ്രസും അല്ല ബി ജെ പിയും പിന്നെയുള്ള പാർട്ടി ആം ആദ്മി പാർട്ടി, CPIM, CPI, ജനതാദൾ തുടങ്ങിയവയാണ്. ഞാൻ ലെഫ്റ്റുമല്ല റൈറ്റുമല്ല, ഞാൻ സ്ട്രൈറ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, ഇന്നലെ പാർലമെന്റ് തോറ്റുപോയതിന്റെ ക്ഷീണം തീർക്കാനാണ് സത്യത്തിൽ തോൽക്കുമെന്ന് അറിഞ്ഞാണ് ബില്ല് അവതരിപ്പിക്കുന്നത് പറഞ്ഞു. അത് കേട്ടില്ലേ? അതുകൊണ്ട് അതിലെന്താണ് പ്രയോജനപ്പെടുത്തുന്നത് വഴി? അതുവഴി രാഷ്ട്രീയ പ്രയോജനമാണ്. രാഷ്ട്രീയ പ്രയോജനമാണ്. അങ്ങനെ രാജ്യത്തെ അഭിസംബോധന ഒരു പ്രധാനമന്ത്രിയുടെ കസേരയിൽ നിന്ന് എപ്പോൾ അഭിസംബോധന ചെയ്യണമെന്ന് പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുക. പ്രധാനമന്ത്രിയുടെ കസേരയിൽ നിന്ന് അഭിസംബോധന ചെയ്യേണ്ട വാക്കല്ല കോൺഗ്രസിനെ രാഷ്ട്രീയം പറയണമെങ്കിൽ നിങ്ങൾ കവലപ്രസംഗം നടത്തണം. ഒറ്റ മിനിറ്റ്. പരാത ജീവി എന്ന് വിളിക്കുന്നു. വൈറ്റ് വാഷിംഗ് മെഷീൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസിനെ പരാത ജീവി എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോ ഒരു സിംഗിൾ പാർട്ടി മരണത്തിന്റെ വ്യാപാരി നോക്ക്. നിങ്ങൾ ആരെയാണ് അപമാനിക്കുന്നത്? ഒരു സിംഗിൾ ഒരു സിംഗിൾ പാർട്ടിക്കും ഇപ്പോൾ ഈ രാജ്യത്ത് മോണോപ്പൊളി ഇല്ല. അപ്പോൾ നിങ്ങൾ കേരളം, തമിഴ്നാട് അടക്കമുള്ള എല്ലാ റീജിയണൽ പാർട്ടികളുടെ ഐഡന്റിറ്റിയെ നാണം കെടുത്തുകയാണ് പരാനഭോജി എന്ന് പറയുമ്പോൾ. 70 വർഷത്തെ ഒരു ഫൗണ്ടേഷൻ വർക്ക് കോൺഗ്രസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ആധാർ ആണെങ്കിലും മഹാത്മാഗാന്ധി റൂറൽ പദ്ധതി ആണെങ്കിലും സ്പേസ് പ്രോഗ്രാം, ഇതൊക്കെ പേരുമാറ്റി സ്വായത്തമാക്കി സ്വന്തമാക്കി എടുക്കുന്ന നെയിം ചേഞ്ചിങ് പാരാസൈറ്റുള്ള ഒരു പാർട്ടിയാണ് ഇത് വിളിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. കോൺഗ്രസ് പല സ്ഥലത്തും തോറ്റിട്ടുണ്ട്. അവിടെയൊക്കെ 30-40% വോട്ട് കിട്ടിയാണ് തോറ്റിരിക്കുന്നത്. അതായത് അവിടെ വോട്ട് ചെയ്ത ലക്ഷക്കണക്കിന് വോട്ടർമാരെയാണോ നിങ്ങൾ ഈ പരാതി വിളിക്കുന്നത്? ഒറ്റ കാര്യം കൂടെ, സ്വേച്ഛാധിപത്യം അങ്ങേയറ്റം, ഓപ്പോസിഷൻ മുക്ത് ഭാരത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഈ പാർട്ടിക്ക്. മൊത്തം ഉണ്ടോ? കോൺഗ്രസ് ആണ് അല്ല, നിങ്ങൾ ഈ പറയുന്ന പ്രാദേശിക പാർട്ടികൾ റീജിയണൽ ഐഡന്റിറ്റിയെ നാണം കെടുത്തുകയാണ്. അപ്പൊ അതുമാത്രം സ്വേച്ഛാധിപത്യമാണ്. നേരത്തെ സുജയ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രധാനമന്ത്രി പറയുന്ന വാക്കായിരിക്കണം. പരാതജീവി എന്ന് ജോഷി പറഞ്ഞ പോലെ വെറും കവല പ്രസംഗം മാത്രമാണ്. 5 പോയിന്റാണ് ഞാൻ. പരാനഭോജി എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ ചെറിയ പാർട്ടികളെ മുഴുവൻ വിഴുങ്ങിയ, അവിടെയൊക്കെ അധികാരം പിടിച്ചെടുത്ത പാർട്ടി BJP ആണല്ലോ. അതുകൊണ്ട് ആ ഒരു പരാമർശം അദ്ദേഹം നടത്താൻ യോഗ്യൻ പോലുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിങ്ങനെ ചില വാക്കുകളിലും പരാമർശങ്ങളിലും പിടിച്ച് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ നമ്മൾ ശരിയായ പ്രശ്നം ചർച്ച ചെയ്യണം. ഈ 50% വർധനവ് എന്ന് പോലും അമിത്ഷാ പറഞ്ഞത് അത് എന്ത് നിയമപരിരക്ഷയുടെ പുറത്താണ് പറഞ്ഞത്? അത് പറഞ്ഞത് ആർട്ടിക്കിൾ 81ന്റെ പശ്ചാത്തലത്തിലാണ്. ആർട്ടിക്കിൾ 81 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനയിൽ തന്നെ അതിനുള്ള മറുപടി ഉണ്ട്. ആർട്ടിക്കിൾ 81ൽ പറയുന്ന ക്ലോസ് എന്താണ് എന്നുള്ളത് ഞാൻ ലക്ഷ്മിയുടെ അറിവിലേക്കായിട്ട് പറയാം. ഒരു മിനിറ്റ്. ബില്ലിന്റെ ഭാഗമായിട്ടുള്ള ആർട്ടിക്കിൾ 81 ഭരണഘടനയിലുണ്ട്. ഇന്ത്യൻ ഭരണഘടന, മനുസ്മൃതിയല്ല, ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 81 ജോഷി അതിനകത്ത് 50% എന്നുള്ളതല്ല. ഈ 50% ഉറപ്പ് എന്ന് പറയുന്നത് അത് നേരത്തെ തന്നെ പാർലമെന്റിൽ അല്ലെങ്കിൽ ഈ ഭരണഘടനയിലുണ്ട്. 2026 അല്ല, അത് വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിൽ ആർട്ടിക്കിൾ 81 മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ് വിജയകുമാർ അങ്ങനെയല്ലേ? 50% വർധനവ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനയിലും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അമിത്ഷാ അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% വർധനവ് എന്ന് പറയുകയാണ്. അതിന് നിയമപരമായ ഒരു പരിരക്ഷയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് ലക്ഷ്മി പത്മ, ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അതായത് ആർട്ടിക്കിൾ 81 പറയുന്നത് എങ്ങനെയാണ് സീറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ജനസംഖ്യാനുപാതികമായി. അതെ, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് പറയുന്നുണ്ട്. Based on population, once the total number of seats is increased, this provision determines the method of appointment. എങ്ങനെയാണത് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ആർട്ടിക്കിൾ 81ന്റെ അടിസ്ഥാനത്തിലാണ്. ആർട്ടിക്കിൾ 81 അതിൽ വരും ലക്ഷ്മി. അതിൽ 50% എവിടെയാ പറയുന്നത്? 50% എന്നുള്ളത് ബില്ലിൽ എടുത്ത് പറയുന്നില്ല. എന്നെ ബില്ലിൽ പറഞ്ഞിട്ടില്ല 50%. ഒരു സെക്കൻഡ് പറയാം. അതായത് 2 തരത്തിലാണ്. ഒന്ന് പ്രോറേറ്റ, ഒന്ന് ജനസംഖ്യാനുപാതികം. നമ്മൾ ജനസംഖ്യാനുപാതികമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? 1970കളിലെ വെച്ചിട്ടാണ്. ഫ്രീസിംഗ് പീരീഡ് 2026 കഴിയും. ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ 543 നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെത്തും? നമ്മൾ എപ്പോഴേ 500, 600, 700 എത്തുമായിരുന്നു. സീറ്റുകളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എത്തുമ്പോൾ ഈ പറയുന്ന റീജിയണൽ ഇംബാലൻസസ് ഉണ്ടാകും. എന്ന് വെച്ചാൽ പ്രാദേശിക അസമത്വം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2026 പറഞ്ഞു തീർന്നിട്ട് ലക്ഷ്മി പറഞ്ഞു 2026 ആ ഫ്രീസിംഗ് പീരീഡ് മാറും. അപ്പോൾ
2011 തന്നെ ആ ഫ്രീസിംഗ് പീരീഡും 2011 മുതൽ നമുക്ക് ആ ഫ്രീസിംഗ് ഒഴിവാക്കി കിട്ടാനാണ് നമ്മൾ ഇന്നലെ ബില്ല് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ സംഭവിക്കുമ്പോൾ ജനസംഖ്യാനുപാതികം എന്നത് മാറി പ്രോ റേറ്റ എന്ന് പറയുന്ന മാർഗത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന 50% എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അത് കേന്ദ്രം തീരുമാനിക്കുന്നതാണ്. അത് അമിത്ഷാ പാർലമെന്റ് പാസ്സാക്കുന്നതാണ്. അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. അത് എപ്പോൾ വേണമെങ്കിലും മാറാം. ഈ 50% വേണമെങ്കിലും മാറാം. അതിന് കേവല ഭൂരിപക്ഷം മതി. കേവല ഭൂരിപക്ഷം മതി. കേവല ഭൂരിപക്ഷം മതി. കുറ്റമാണോ? അല്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? രാജ്യത്ത് ജനങ്ങൾ കൊടുക്കുന്നതല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 50% അവിടെ മാറും. പിന്നെ എന്താ സംഭവിക്കുന്നത്? ജനസംഖ്യാനുപാതികമാകും കാര്യങ്ങൾ. നമുക്കറിയാം ജനസംഖ്യാനുപാതികമായി കാര്യങ്ങൾ മാറുമ്പോൾ ആർക്കാണ് ഇവിടെ തിരിച്ചടി വരുന്നത്? കൃത്യമായി കുടുംബാസൂത്രണം നടപ്പാക്കിയിട്ടുള്ള ഈ സാമൂഹ്യ സൂചികകളിൽ മുന്നിൽ നിൽക്കുന്ന കേരളമടക്കമുള്ള തമിഴ്നാടക്കമുള്ള സംസ്ഥാനങ്ങൾ പിന്നിലാകും. ഒരു ഉദാഹരണം കേൾക്കൂ. അല്ല, 1918 മറുപടി ഉണ്ടോ? ഡീലിമിറ്റേഷൻ എങ്ങനെ നടത്തണമെന്നാണ് ഭരണഘടന പറയുന്നത്? അവിടെയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരേണ്ടത്. അതിനെപ്പറ്റി ലക്ഷ്മി, ചില കടകൾക്ക് മുമ്പിലെ രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയും. അതുപോലെയാണ്. അതായത് നിങ്ങൾ മറ്റേ ജനസംഖ്യ അനുപാതികമായി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ 50% എന്താണ് കോട്ട കൂട്ടിത്തരാം എന്ന് പറയില്ല. അല്ലെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു. ഈ 50% കൂട്ടിയാൽ കേരളത്തിലും തമിഴ്നാട്ടിലും സമയം അവസാനിക്കുകയാണ്. രാജ്യത്തൊരു നിയമം നടപ്പാക്കുന്നു. അത് സ്വീകാര്യമാണോ ജോഷിക്ക്? എങ്ങനെ ജനസംഖ്യാനുപാതികമായി? അല്ല, അങ്ങനെയാണ് സെൻസസ് നടത്ത്. ഒരു സെൻസസ് പൂർത്തിയാക്കട്ടെ. ആ നിയമത്തിൽ എന്താ പറയുന്നത്? അല്ല, ആ നിയമത്തിൽ എന്താ പറയുന്നത്? ഒരു ഭരണഘടനാ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി മണ്ഡല പുനർനിർണ്ണയം വേണോ, പ്രോ റേറ്റയിൽ വേണോ, എന്ത് വേണം? നിങ്ങളൊരു തീരുമാനം എടുത്ത് പറ. അതൊരു ഭരണഘടനാ ഭേദഗതി. അല്ല, ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഭരണഘടന ഇവിടെ അതല്ലല്ലോ പ്രശ്നം. എന്തിനാണ് 2011 സെൻസസ് വെച്ച് ചെയ്യുന്നത് എന്നാണ് പ്രശ്നം. ഇവിടെ എന്തിനാണ് 2026 കാലഹരണപ്പെട്ട 15 വർഷം മുമ്പ് നടന്ന സെൻസസ് വെച്ച് 2026 എന്തിനാണ് ഈ പിന്നെ പോകുമെന്നുള്ളതാണ് അതിനുള്ള മറുപടി. ഞാൻ മറുപടി. അതിന് BJPക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, 2/3 ഭൂരിപക്ഷം കിട്ടുക. ഇപ്പോഴത്തെ നിലയിൽ ഈ കേരളത്തിൽ മണ്ഡല പുനഃക്രമീകരണം നടന്നിട്ടുണ്ട്. CPM-ന് ഫേവറബിൾ ആയ എത്ര മണ്ഡലങ്ങൾ? ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടോ? കേരളത്തിൽ CPM പറഞ്ഞല്ലോ ഞങ്ങൾ 45 മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന്. അതിന്റെ അടിസ്ഥാനം എന്താണ്? CPM ഇതുപോലെ ഈ നാരീശക്തി പ്രസംഗം പോലെയുള്ള നാരീശക്തി അല്ല ഞാൻ ചോദിച്ചത്. ഡീലിമിറ്റേഷനിൽ ഉയർന്ന ഇത്രയേറെ വിജയകുമാർ ചോദിക്കുന്നത് 2008 മറുപടി പറയാതെ നാരീശക്തി, ഞങ്ങൾ നാരീ പ്രധാനമന്ത്രി ചോദ്യത്തിനല്ലേ ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത്. കേരളത്തിൽ നടന്ന മണ്ഡല പുനഃക്രമീകരണത്തിന് ആനുകൂല്യം ആർക്കാണ് കിട്ടിയത്? മറുപടി ഉണ്ടോ? പ്രധാനമന്ത്രിക്ക് മറുപടി ഇല്ല. അത് വിജയകുമാർ സമ്മതിച്ചു. പക്ഷേ വിജയകുമാർ ഇപ്പോൾ ചോദിച്ചത് 2008 മണ്ഡല പുനർനിർണ്ണയത്തിന്റെ ആനുകൂല്യം ഇടതുപക്ഷത്തിന് കിട്ടുന്നുണ്ടോ? അതുപോലെ അല്ലല്ലോ ഈ പറയുന്നത്
അതെ, ജോഷി, അല്ല, വിജയൻ ചോദിച്ച പോലെ വരാം. കേരളം ഇന്ത്യൻ യൂണിയനിൽ പെടുന്ന സംസ്ഥാനമാണല്ലോ. ശരി, അവിടുത്തെ അപ്പോൾ ഈ മണ്ഡലം തർക്കം ഇങ്ങനെ തുടരും. ചോദിച്ചേ. തർക്കം ഇങ്ങനെ അതൊക്കെ തുടരും. ഉറപ്പിച്ച് പറയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഇപ്പോ പറയുന്നുണ്ടല്ലോ 100 സീറ്റ് അത് നേടി കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് പറയുന്നുണ്ടല്ലോ. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ വാക്കുപയോഗിച്ചാൽ ഒരു മായാജാലക്കാരന്റെ തന്ത്രം ഈ എന്നതേ ഉള്ളൂ ഇതിനകത്ത്. വിജയകുമാർ പറഞ്ഞത് ഒരു അങ്ങനെ ഒരു തിയറിയായി കയ്യിൽ കേൾക്കുന്നുണ്ട്. പ്രശ്നം. അത് ആ മായാജാലം താൽക്കാലികമായി പൊളിഞ്ഞു. ആ മായാജാലം താൽക്കാലികമായി പൊളിഞ്ഞു. പക്ഷേ മായാജാലക്കാരന്റെ ശ്രമം തുടർന്നുകൊണ്ടേ വെറും നാടകമാണെന്ന് മനസ്സിലാക്കി എന്തായാലും പാർലമെന്റിൽ വോട്ടിനിട്ടു. പറഞ്ഞോളൂ. ഇവിടെ ഹീറ്റഡ് ആയി എക്സ്ചേഞ്ച് നടന്നുകൊണ്ടാണ് 2008 ഈ മണ്ഡല പുനഃക്രമീകരണം നടന്നത്. 2011 ജയിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ശരി, പക്ഷേ നേരിയ സീറ്റുകൾക്കാണ് എനിക്ക് എത്രയോ ആയിക്കോട്ടെ. സീറ്റ് അതിനുശേഷം തുടർച്ചയായി വിജയിക്കുന്നത് LDF അതല്ല, ആണ്. 2008 68 സീറ്റിൽ LDF ജയിച്ചു. 2008 അത് അതിനുശേഷം ജയിച്ചിട്ടേ ഇല്ല. ഞാൻ ഒറ്റ കാര്യം വിജയ പറഞ്ഞത് 2008 ഇതിന്റെ മണ്ഡല പുനഃക്രമീകരണം നടന്നു. ഈ തിയറി പ്രകാരമാണെങ്കിൽ ജയിക്കേണ്ടത് അല്ല, LDF ആ ആണ്. മണ്ഡലങ്ങളുടെ കാര്യം ഞാൻ ചോദിച്ചത്. ഒരു പാർട്ടിക്ക് ഷുവർ സീറ്റ് കേരളത്തിലുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാണുള്ളത്? ഞാൻ അതിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ഒറ്റ കാര്യമാണ് ഇതിന് പറയുന്നത്. 2008 മണ്ഡല പുനഃക്രമീകരണം അല്ല, യുഡിഎഫിന് നഷ്ടമുണ്ടായിട്ടുണ്ട് വേണുപാലകൃഷ്ണൻ. എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു മറുപടി ഇവിടെ പറഞ്ഞു. ഞാനത് പറയായിരുന്നു. ഇവിടെ കോൺഗ്രസ് വിജയ- BJP നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിജയൻ ഇങ്ങനെ അതാണ് ഇന്ത്യയിൽ നോക്കുന്നില്ലേ? CPM അവർക്ക് അനുകൂലമായി ഇങ്ങനെ മണ്ഡലങ്ങൾ വളച്ചെടുത്ത് കെട്ടി എല്ലാവർക്കും രാഷ്ട്രീയ നേട്ടം വേണം, ലക്ഷ്മി. വിജയകുമാർ ഇന്ത്യയിലും നടന്നു തന്നെയാണ് കോൺഗ്രസ് ആണ്. ഇവിടെയും CPM-ന് പറ്റുന്നതായിരിക്കും BJP ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ഇവിടെയും അതായത് 2008 മണ്ഡല പുനഃക്രമീകരണം, 2011 ഉമ്മൻചാണ്ടി വന്നു. അതിനുശേഷം 2016 21 ഇടതുപക്ഷം തുടർച്ചയായി വന്നത് അങ്ങ് കാണാതെ പോകരുത്. തുടർച്ചയായി ഒരേ സീറ്റുകളിൽ വിജയിക്കുന്നത് കാണാതെ ഞാൻ പോകരുത്. പറഞ്ഞല്ലോ, ശരി, അതാണ് അത് നമ്മുടെ വിഷയം. കേരളത്തിലെ 2008 മണ്ഡല പുനർനിർണ്ണയമല്ല, ഇപ്പോൾ വന്ന മണ്ഡല പുനർനിർണ്ണയവും അതുപോലെ തന്നെ വനിതാ സംവരണവും 131 അമെന്റ്മെന്റും എല്ലാം ചേർത്തുള്ള ആ ഒരു പാക്കേജാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. അതിന്മേൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. മാത്രമല്ല, ഇനിയും ഇതിന്മേൽ നമ്മൾ ചർച്ച നടത്തേണ്ടതുണ്ട്. 131 ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും പ്രതിപക്ഷത്തിന്റെ തലയിൽ വെച്ചുകൊണ്ട് പ്രതിപക്ഷത്ത് തന്നെ കോൺഗ്രസിനെയും തൃണമൂലിനെയും DMK-യും തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് ആക്രമിക്കുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്, അല്ലെങ്കിൽ മാറ്റുകയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ എതിർപ്പിനെ തുറന്ന് വിമർശിച്ചുകൊണ്ട് അടുത്ത ദിവസങ്ങളിലും ഈ പ്രചാരണവും ഇതുപോലെയുള്ള പ്രതികരണങ്ങളും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിന്മേലുള്ള നമ്മുടെ ചർച്ചയും തുടരും. ബിഗ് എഡിറ്റോറിയൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.